بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വലിയ ഒരു മലമുകളിലേക്ക് നടന്നു കയറുന്ന ഒരു മനുഷ്യൻ അല്പദൂരം പിന്നിട്ടപ്പോൾ ഒരിടത്ത് വിശ്രമിക്കാനിരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുന്ന നേരത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ആൺകുട്ടിയെയും എടുത്തുകൊണ്ട് വേഗത്തിൽ ആ മല കയറി വരുന്നുണ്ട്. കുട്ടിയെയും എടുത്തുകൊണ്ടുള്ള അവളുടെ വരവ് കണ്ട് അതിശയത്തോടു കൂടി ആ മനുഷ്യൻ അവളോട് ചോദിക്കുന്നുണ്ട്, മോളെ, ഈ കുട്ടിയെയും വഹിച്ചുകൊണ്ട് ഈ മല കയറുന്നത് പ്രയാസമല്ല? ആ സമയത്ത് അവൾ പറയുന്നൊരു വാക്കുണ്ട്, ഇത് എൻ്റെ കുഞ്ഞനുജനാണ്, അവനെയും എടുത്തുകൊണ്ട് നടക്കുന്നത് എനിക്കൊരു ഭാരമല്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ചില ഭാരങ്ങളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു മെഷീനാണ് സ്നേഹമെന്നുള്ളത്. സ്നേഹം നമ്മിൽ ഉളവാക്കുന്ന ഒരു മാസ്മരിക ശക്തിയില്ല, വർണ്ണിക്കാൻ പോലും കഴിയാത്തൊരു ശക്തി. സാധാരണഗതിയിൽ അസാധ്യമായ പലതും സ്നേഹനിർഭരമായി പ്രവർത്തിക്കുമ്പോൾ അത് സാധ്യമാകില്ലേ? മരുന്നിനേക്കാൾ വലിയ ശക്തിയല്ലേ സ്നേഹത്തിന്? അന്ധമായ സ്നേഹത്തേക്കാൾ ആഴത്തിലുള്ള ആത്മാവ് തൊട്ടറിയുന്ന സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണ്ടേ? ശപിച്ചു പോകുന്ന ആളുകൾക്ക് മുമ്പിൽ വരെ സ്നേഹത്തിൻ്റെ വലിയ ഒരു കരസ്പർശമുണ്ട് എങ്കിൽ ആ ശാപം പോലും പിന്നീടൊരു പ്രാർത്ഥനയായിട്ട് മാറില്ലേ? വലിയ ഗൗരവങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യരാണ് കേട്ടോ നമ്മളൊന്ന് ഓർത്തു നോക്കണം. നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഗൗരവങ്ങളെല്ലാം വെറും പുറംമൂടി മാത്രമല്ലേ? അതൊക്കെ ഒന്ന് അഴിച്ചുവെച്ച് കഴിഞ്ഞാൽ നമ്മളിലുണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള അർഹതകൾ. ജീവിതത്തിൽ ആർക്കും ഭാരമായി മാറാതിരിക്കണമെങ്കിൽ സ്നേഹം അതൊരു ആത്മാർത്ഥതയോടെ ആയിരിക്കണം. കരയെ പുൽകാൻ നിൽക്കുന്ന കടലും രാവിനെ വാരിപ്പുണരാൻ കാത്തു നിൽക്കുന്ന പകലും തഴുകിയെത്തുന്ന ഇളം തെന്നലിനായി കാത്തു നിൽക്കുന്ന ഇലകളും മരച്ചില്ലകളും, പ്രകൃതി പരസ്പരം സ്നേഹിച്ചു കൊണ്ടിരിക്കുകയില്ലേ? മനുഷ്യർക്കാണ് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്നത്. കുഞ്ഞനിയന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്തുകൊണ്ടായിരുന്നല്ലോ അവനെ മരണത്തിലേക്ക് തള്ളിയിട്ടത്. സ്നേഹം കൊണ്ട് മനുഷ്യനെ വീർപ്പ് മുട്ടിക്കാൻ കഴിയണം. ഓരോ വാഹനത്തിനും ഇന്ധനം ആവശ്യമാണ് എന്ന പോലെ മനുഷ്യന് ജീവിക്കാൻ സ്നേഹം ആവശ്യമല്ലേ? മുകളിലേക്ക് പടർന്നു നിൽക്കുന്ന ചില്ലകൾക്ക് ഭംഗി നൽകുന്നത് എന്താണെന്നറിയില്ലേ? താഴെ ഉപാധികളൊന്നുമില്ലാതെ പരസ്പരം കൂടിച്ചേർന്നും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വേരുകളല്ലേ? ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലെല്ലാം ഒരു മനുഷ്യൻ വേദന കൊണ്ട് അലമുറയിടുന്നുണ്ടാകും. ആ വേദന കുറയ്ക്കാൻ അയാൾ കണ്ടെത്തിയ വഴികളാണ് നമുക്ക് പകർന്നു തരുന്നതത്രയും. സത്യമായ സ്നേഹം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? മാതാപിതാക്കൾക്കിടയിലും ഭാര്യഭർത്താക്കന്മാർക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും മക്കൾക്കിടയിലും ഒരുപോലെ പകർന്നു കൊടുക്കാൻ കഴിയണം നമ്മുടെ സ്നേഹത്തെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരെ സ്നേഹിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയില്ലേ? ഊഴങ്ങൾ നിശ്ചയിച്ച പ്രവാചകൻ അവർക്കിടയിലെ സ്നേഹബന്ധങ്ങളെ ഒരൽപ്പം പോലും കുറഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. തൻ്റെ സഹാബികളെ സഹോദര സ്നേഹത്തെക്കാളേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച കഥകൾ ചരിത്രത്തിൽ കാണാനാവില്ലേ? പിതാവിനോടൊത്ത് ജീവിക്കാത്ത, മാതാവിനോടൊപ്പം അല്പകാലം മാത്രം ജീവിച്ച ആ മനുഷ്യൻ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെപ്പറ്റി ഉള്ളറിഞ്ഞ് സംസാരിച്ചിട്ടില്ലേ? ഇതുപോലെ ഓരോരുത്തരോടും സ്നേഹത്തിൻ്റെ വിശാലമായ ലോകത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചതും ഇടപെട്ടതും ചരിത്രത്തിൽ കാണാൻ കഴിയില്ലേ? സ്നേഹത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് കൂട്ടരെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹത്തിന് എത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ആ സ്നേഹത്തെ തിരികെ നൽകാനും നമുക്ക് കഴിയണം. പരസ്പരം എങ്ങനെ സ്നേഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളുമാവുകയുമില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, പരസ്പരം നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നതിനു വേണ്ടി ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ശേഷം പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വർദ്ധിപ്പിക്കണം, സമാധാനത്തെ കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ,
നിർവ്യാജമായ സ്നേഹമുണ്ടാകണം. ഉള്ളറിഞ്ഞ സ്നേഹത്തിൻ്റെ പര്യായമാകണം. ശത്രുവിനെപ്പോലും മിത്രമാക്കാൻ സാധിക്കുന്ന ഈ ഒരു മാന്ത്രികതയെ നമുക്ക് തിരിച്ചറിയാനാകണം. കലർപ്പില്ലാത്ത, കപടതയില്ലാത്ത യഥാർത്ഥ സ്നേഹം കൈമാറി സ്വർഗം നേടാൻ നമുക്ക് സാധിക്കണം. നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.